ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് ലീവാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അവൻ പറഞ്ഞു പറശ്ശിനി പോവാം, രാവിലെ പോവാം. അപ്പോൾ എനിക്ക് വേറെ പോകാനുള്ള ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് രാവിലെ പോയിട്ട് വേഗം വരാം എന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞാൻ നടന്നുകൊണ്ട് നിൽക്കുന്നു എൻ്റെ വീട്ടിൽ നിന്ന്. ഇങ്ങനെ പോയി. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ഇന്ന ബസ്സിനെ വരുമെന്ന് പറഞ്ഞു. ബസ്സിൻ്റെ പേര് പറഞ്ഞു മുത്തപ്പൻ. അപ്പോൾ ആ ബസ് വരുന്നവരെ കാത്തുനിന്നു. മുത്തപ്പൻ ബസ് എത്തി, അതിന് കയറി. എന്നിട്ട് ഇങ്ങനെ പറശ്ശിനി എത്തി. അപ്പോൾ പറശ്ശിനിയിൽ നിന്ന് ഇങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിൻ്റെ പേര് റിനീഷ് എന്നാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കോളേജ് കാലം മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അതിപ്പം നല്ല രീതിയിൽ തുടർന്നു കൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറശ്ശിനി ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു ക്യാമറയിൽ മീൻസ് വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. വേണ്ട, വീഡിയോ എൻ്റെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇടയില്ല, നീ വീഡിയോ എടുത്തോന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്ന് പാസ് ചെയ്ത് തോന്നുന്നു. പറശ്ശിനി അമ്പലം എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് അല്ല, ഞാനെപ്പം സമയം കിട്ടുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അമ്പലമാണ് പറശ്ശിനി. എനിക്ക് ഇവിടുന്ന് വളരെ അടുത്താണ്. പറശ്ശിനി കടവിലേക്കുള്ള ബസ്സിന് പോയാൽ വേഗം തന്നെ അവിടെ എത്തും. അപ്പോൾ ഇത് അമ്പലത്തിൽ പോകുന്ന വഴി രണ്ട് സൈഡും ഫാൻസി ഐറ്റംസും സ്റ്റേഷനറീൻ്റെ എല്ലാം ഷോപ്പുകളാണ് രണ്ട് ഭാഗത്തും. അമ്പലത്തിൻ്റെ ഇതന്നെ ആയതുകൊണ്ട് ആൾക്കാർ എന്ത് സാധനങ്ങളായാലും വാങ്ങും. കുറേ പീടികളുണ്ട്. പീടികളെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ അതായത് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ആ കയറുന്ന ഭാഗത്ത് ഇഷ്ടംപോലെ കടമുറികളുണ്ട്, ഷോപ്പുകളുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഉള്ളിൽ കയറി. ഇതിപ്പം പുഴയിൽ നിന്നുള്ള സീനാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന പുഴേൻ്റെത്. ഇത് എന്ന് വെച്ചാൽ ആ ബോട്ട് ജെട്ടീൻ്റെ ഏരിയ അങ്ങോട്ടേക്ക് വന്നത് ടൂറിസത്തിൻ്റെ ഇതായതുകൊണ്ട് ബോട്ട് സർവീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അവിടെ നിന്നും പുഴേൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആ പുഴേൻ്റെ സൈഡിൽ കാണാം ഒരു ഹൗസ് ബോട്ട് അവിടെ സൈഡാക്കി വെച്ചിട്ട് കാണാം, പാർക്ക് ചെയ്ത രീതിയിൽ കാണാം. അങ്ങ് ദൂരെ പാലമുണ്ട്, പാലത്തിൻ്റെ ഏകദേശം വ്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് പറശ്ശിനി അമ്പലത്തെ പുഴ പ്രദേശം, പുഴ സൈഡ് അങ്ങനെ വീഡിയോ എടുത്താൽ നല്ല രസമായിരുന്നു. രാവിലെ അങ്ങനെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വെയിലുണ്ടായിരുന്നു. ഇത് ആ ബോട്ട് ജെട്ടീനെ കുറച്ച് അങ്ങോട്ട് ഞാനും അവരും കൂടി നമുക്ക് അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. രണ്ട് സൈഡിലും ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹൗസ് ബോട്ടിൻ്റെ ടിക്കറ്റ് എത്രയാണെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും മുന്നിൽ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ സൈഡിൽ ഈ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പം നിലവിൽ ഏത് ലൈവായിട്ട് ഫോട്ടോ എടുക്കും അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ കുറച്ച് സമയം കഴിഞ്ഞ പാടെ തന്നെ അതിൻ്റെ കോപ്പികൾ നമുക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ സൈഡ് ആണ് ബോട്ട് ജെട്ടിയ സൈഡിൽ കുറച്ച് 2-3 ഹൗസ് ബോട്ടുകൾ അങ്ങനെ സൈഡാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അനുബന്ധമായിട്ട് കുറേ പീടികളൊക്കെ ഉണ്ട്, ഈ പലഹാരങ്ങളൊക്കെ വെക്കുന്ന പീടിക, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ മറ്റ് പല തരത്തിലുള്ള പീടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ രാവിലെ ആയതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ 8 മണി ആ ടൈമാണ് പോയത്, ഏകദേശം 9 മണിയായി. ഇതിപ്പോൾ തിരിച്ച് വരുന്ന ടൈം അങ്ങനെ എടുത്തത്, അത് മുന്നോട്ടേക്ക് നടന്നു അവിടെ ഒരു ഇതായി റിട്ടേൺ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ കാണുന്നത് നമ്മുടെ പറശ്ശിനി അമ്പലമാണ് കാണുന്നത് ആ സൈഡിൽ. പിന്നെ അവിടെ നിന്ന് പറശ്ശിനി അമ്പലത്തിൽ നിന്ന് വഴിപാട് കഴിപ്പിച്ചു. പയങ്കുറ്റി വെള്ളാട്ടാണ് കഴിപ്പിച്ചത്. അതിൻ്റെ റെസീറ്റാണ് നിങ്ങൾ കാണുന്നത് വഴിപാടിൻ്റെ. അപ്പോൾ ആ റെസീറ്റിൻ്റെ പുറകിൽ മറ്റ് വഴിപാടുകൾ അതിൻ്റെ തുകയൊക്കെ എങ്ങനെയാണെന്നാണ് ഉള്ളത് കാണുന്നത്. അങ്ങനെയാണ് ഉണ്ടാവുക. റെസീറ്റും കാര്യങ്ങളൊക്കെ അമ്പലത്തിനെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിലുണ്ടാവും. അതിന് ശേഷം ഞാനും അവനും കൂടി തളിപ്പറമ്പിലേക്ക് പോയി. അപ്പോൾ തളിപ്പറമ്പിലേക്ക് ടിക്കറ്റ് അവനും എടുത്തത്. പിന്നെ ഞാൻ തളിപ്പറമ്പിൽ എത്തിയതിന് ശേഷം മാമാന അമ്പലത്തിൽ പോകാൻ വേണ്ടി മാമാനത്തെ അമ്പലത്തിൽ ബസ് കയറി സെൻറ്റ് മേരീസ് എന്ന ബസ് കയറിയത്. ബസ്സിൻ്റെ പേരാണ് സെൻറ്റ് മേരീസ്. എന്നിട്ട് മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെത്തി. അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ധാരാളം ആളുകളുണ്ടായിരുന്നു. ധാരാളം ആളുകൾ വെച്ചാൽ നല്ല തിരക്കാണ്. ഒന്നാമത് കൊട്ടിയൂർ അമ്പലത്തിൽ വൈശാഖോത്സവത്തിൻ്റെ പ്രമാണിച്ച് നല്ല തിരക്കാണ്. അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാൽ നല്ല
ഭക്തജന തിരക്ക് നല്ല ഭക്തജന തിരക്കാണ് ഉണ്ടായത്. അതാണ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ മുൻവശവും പിന്നെ വഴിപാട് കൗണ്ടറിൻ്റെ അങ്ങോട്ടുള്ള തിരക്കുമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് പായസത്തിൻ്റെ ഒരു വഴിപാട് കഴിപ്പിച്ചിന്. അപ്പോൾ അതാണ് കാണുന്നത്. ആ ചെറിയ ബോട്ടിൽ അമ്പലത്തിൽ നിന്ന് കടും പായസമോ അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് വരുന്നത്. വഴിപാട് കഴിപ്പിച്ചു. 75 രൂപ ആണ് എന്ന് പറഞ്ഞ് പൈസയും കൊടുത്ത് ഇത് വാങ്ങി.